നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. വയനാടിനു വേണ്ടി ഒരു പ്രത്യേക സാമ്പത്തിക സഹായം സംബന്ധിച്ച് കേന്ദ്രവും കേരളവുമായി വലിയ തർക്കങ്ങളാണ് നടക്കുന്നത്. കൃത്യമായ കണക്കുകൾ കേരളം കേന്ദ്രത്തിന് മുൻപിൽ സമർപ്പിച്ചില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കണക്കുകൾ കൃത്യമായി നൽകിയില്ലെങ്കിൽ കേന്ദ്രം എങ്ങനെ പണം നൽകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിന്റെ ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത്. ഇത്തരം സംശയം ഉയർത്തുക മാത്രമല്ല, പിണറായി വിജയൻ സർക്കാരിനെ എടുത്തേറിൽ എറിയുന്ന കാഴ്ച. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ SDR ഫണ്ടിലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഫിനാൻഷ്യൽ ഓഫീസർ നേരിട്ടാണ് ഹൈക്കോടതിയിൽ ഹാജരായത്. എന്നിട്ട് പോലും കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം നിന്ന് പതറി. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പ്രത്യാരോപണങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. അതിന് കോടതിക്ക് കൃത്യമായ കാരണവുമുണ്ട്. SDRFൽ എത്ര പണമുണ്ട് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് 677 കോടി എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മറുപടി. കേന്ദ്ര സർക്കാർ എത്ര രൂപ നൽകി എന്നതിന് 2 തവണയായി 291 കോടി രൂപ കേന്ദ്രം SDRFിലേക്ക് നൽകി എന്ന് സംസ്ഥാനം അറിയിച്ചു. ഇപ്പോഴുള്ള ഫണ്ടിൽ 97 കോടി സംസ്ഥാനത്തിന്റെ വിഹിതവും കൂടി ചേർത്താനുള്ളത് എന്ന വിശദീകരണവും കോടതിയിൽ നൽകി. ഇതിൽ 95 കോടി സംസ്ഥാന സർക്കാർ വയനാട്ടിലേത് അടക്കമുള്ള മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കുകയും ചെയ്തു. ഇനി അവശേഷിക്കുന്നത് 677 കോടി. ഇതിൽ എത്ര പണം വയനാടിന്റെ പുനരധിവാസത്തിനായി ചെലവഴിക്കും എന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന്റെ പക്കൽ ഉത്തരമില്ല. ജസ്റ്റിസുമാരായ AK ജയശങ്കർ നമ്പ്യാർ, CP മുഹമ്മദ് റിയാസ് എന്നിവരുടെ ബെഞ്ചാണ് ഇന്ന് വിശദമായി ഈ വാദം കേട്ടത്. കണക്കുകളിൽ കേരളം തപ്പിത്തടഞ്ഞു. കേസ് വീണ്ടും കേൾക്കുന്ന വ്യാഴാഴ്ചയ്ക്കകം കൃത്യമായ കണക്കുകൾ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. ചുരുക്കത്തിൽ, പണം ചോദിക്കുമ്പോൾ കൃത്യമായ കണക്ക് കൊടുക്കേണ്ടേ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ നിന്ന് പരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. സർക്കാരിന്റെ അക്കൗണ്ടുകൾ കൃത്യമാക്കാൻ കോടതി നിർദ്ദേശിച്ചു. മുൻവർഷ നീക്കിയിരിപ്പായ 304.98 കോടി രൂപയ്ക്ക് പുറമെ കേന്ദ്രവിഹിതമായ 201 കോടി രൂപയും സംസ്ഥാന വിഹിതമായ 97 കോടി രൂപയും ഉൾപ്പെടെ 782.98 കോടി സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഉണ്ട്. ഇതിൽ നിന്ന് 95 കോടി രൂപ വിനിയോഗിച്ചു. ഇതിന്റെ ബാക്കിയാണ് 677 കോടി രൂപ. ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നാൽ എത്ര രൂപ ചെലവഴിക്കാൻ സാധിക്കും എന്ന ഹൈക്കോടതിയുടെ ചോദ്യം. ആ ചോദ്യത്തിന് മുന്നിൽ സർക്കാർ കൈമലർത്തി. ബാക്കിയുണ്ട് എന്ന് പറയുന്ന 677 കോടി രൂപയിൽ സർക്കാരിന് ഒരു അത്യാവശ്യം വന്നാൽ എത്ര രൂപ ചെലവഴിക്കാം എന്ന് കോടതി ആവർത്തിച്ച് വീണ്ടും ചോദിച്ചു. എന്തൊക്കെയാണ് ഈ തുകയിൽ നിന്ന് കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്ന കണക്കുകൾ? എന്തൊക്കെ ബാധ്യതകളാണ് ഈ തുകയിൽ നിന്ന് കൊടുത്തു തീരാനുള്ളത്? ഒരു ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. സർക്കാരിന്റെ പക്കൽ ഒരുവിധ കണക്കുമില്ലേ എന്ന ഹൈക്കോടതിയുടെ ചോദ്യം. അതിനും സർക്കാരിന് ഉത്തരമില്ല. ഇതോടെ ഗതികെട്ട കോടതി രൂക്ഷ വിമർശനമാണ് നടത്തിയത്. എന്തുകൊണ്ടാണ് കണക്കുകൾ ഇല്ലാത്തത്? ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കാൻ നോക്കുന്നത്? ഇത്രയധികം പേർ ഭരിച്ച ദുരന്തത്തിൽ അവരെ കൂടി അപമാനിക്കരുത് എന്ന് കോടതി പറഞ്ഞു. എത്ര പണമുണ്ട്, എങ്ങനെയെല്ലാം ചെലവഴിക്കുന്നു എന്നൊക്കെ കണക്കുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം ചോദിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ആദ്യം സംസ്ഥാനത്തിന്റെ കണക്കുകൾ ശരിയാക്കൂ എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇതിനിടെ വിഷയത്തിൽ നിന്ന് തെന്നിമാറി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സർക്കാർ ആരോപണമുന്നയിച്ചു. മാധ്യമങ്ങളിൽ കൂടി മാത്രമല്ല, അമിത്ഷാ പാർലമെന്റിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഉയർത്തിയത്. ഇരു കൂട്ടരും തമ്മിൽ മുഴുവൻ സമയവും തർക്കമാണല്ലോ എന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇതിൽ തങ്ങൾക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. ദുരന്തത്തിന് ഇരയായവർക്ക് സഹായമെത്തിക്കാനാണ് നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. 2010 മുതൽ ഓരോ വർഷവും 700 കോടി രൂപയോളം വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരാറുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ SDRFിലുള്ള തുക വയനാട്ടിൽ സ്ഥലം വാങ്ങാനും പുനരധിവാസ കാര്യങ്ങൾക്കുമൊന്നിനും തികയില്ല എന്നതാണ് സർക്കാർ ഉയർത്തിയ തൊടുന്യായം. അപ്പോൾ എത്ര രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇതോടെ ആകെ കുഴഞ്ഞ സർക്കാർ കൃത്യമായ ഒരു തുക പോലും പറയുന്നില്ല. ആദ്യം കയ്യിലുള്ള പണം എത്രയെന്നതിൻ്റെ കണക്ക് നിങ്ങൾ ഹാജരാക്കൂ, അതിനുശേഷം കേന്ദ്രത്തോട് കൃത്യമായ കണക്കും വെച്ച് ചോദിക്കൂ എന്നാണ് കോടതി മറുപടി പറഞ്ഞത്. വിചിത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കങ്ങൾ. വെറുതെ കേന്ദ്രത്തെ പഴിച്ച് വയനാട്ടിലെ ഇരകളെ അപമാനിക്കുകയാണ് തുടർച്ചയായി കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയ്യിലുള്ള പണം എത്രയെന്ന് പറയില്ല.
വലിയ വലിയ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കള്ളക്കണക്കുകൾ നിരത്തി അവതരിപ്പിക്കുന്നു എന്നതിന്റെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ കേട്ടതല്ലേ. ഈ കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ എല്ലാ കണക്കുകളിലും വ്യക്തത വേണമെന്ന് കോടതി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാന ദുരന്ത നിവാരണ സമിതി അക്കൗണ്ട് ഓഫീസറോട് ഇന്ന് നേരിട്ട് ഹാജരാകാൻ പറഞ്ഞത്. എന്നിട്ട് പോലും ഒരു കണക്കുമില്ല കയ്യിൽ. സംസ്ഥാനത്ത് പുനരധിവാസം തങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. എന്നാൽ കേരളത്തെ കേന്ദ്രം എങ്ങനെ സഹായിക്കണമെന്നോ അതിന്റെ പദ്ധതി എന്താണെന്നോ കൃത്യമായ ഒരു രൂപരേഖയുമില്ല സംസ്ഥാന സർക്കാരിന്റെ പക്കൽ. നിലവിൽ വയനാട് ദുരന്തത്തിൽ വീടും ഭൂമിയുമൊക്കെ നഷ്ടപ്പെട്ടവർ കടുത്ത ആശങ്കയിലാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ കൈമലർത്തുന്നു എന്ന് ഇരുവിഭാഗവും ആവർത്തിക്കുന്നു. ഇനി തങ്ങളുടെ ഭാവി എന്ത് എന്ന ചോദ്യമാണ് ദുരന്തത്തിൽ അകപ്പെട്ട പാവങ്ങളായ ജനങ്ങളുടേത്. വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്. ഇതിൽ പരം എന്ത് പ്രഹരമാണ് സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനുമൊക്കെ ഒരു ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വരിക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.